നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിലേക്ക് തുടരുന്ന മാർപ്പാപ്പ കടുത്ത ശ്വാസതടസ്സം നേരിടുന്നുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. കടുത്ത അണുബാധയും കഫക്കെട്ടും നേരിടുന്ന മാർപ്പാപ്പയ്ക്ക് കൃത്രിമ ശ്വാസം നൽകുന്നുവെന്നാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ഫെബ്രുവരി 14-നാണ് റോമിലെ ജമേലി ആശുപത്രിയിൽ മാർപ്പാപ്പയെ പ്രവേശിപ്പിച്ചത്. പിന്നാലെ ന്യൂമോണിയ ബാധിക്കുകയായിരുന്നു. നേരത്തെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ചികിത്സയിൽ കഴിയവേ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചിരുന്നു. റോമിലെ ഗമേലി ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും സന്ദേശങ്ങൾ അയച്ചവർക്കും മാർപ്പാപ്പ നന്ദി അറിയിച്ചിരുന്നു. കുറച്ചു ദിവസങ്ങളായി സ്നേഹത്തോടെയുള്ള പല സന്ദേശങ്ങളും എനിക്ക് ലഭിച്ചു. കുട്ടികളുടെ കത്തുകളും ചിത്രങ്ങളും എന്നെ വല്ലാതെ ആകർഷിച്ചു. ഈ സാമീപ്യത്തിനും ലോകമെമ്പാടും നിന്നുള്ള പ്രാർത്ഥനകൾക്കും നന്ദി. ഞാൻ നിങ്ങളെ എല്ലാവരെയും മാതാവിന്റെ മധ്യസ്ഥയിൽ ഏൽപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു മാർപ്പാപ്പയുടെ അഭ്യർത്ഥന. എന്തായാലും കഴിഞ്ഞ കുറച്ചു നാളുകളായി മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വഷളാവുകയും എന്നാൽ പിന്നീട് പുരോഗമിക്കുകയും എന്നാൽ പിന്നീട് അതിനേക്കാൾ ഇരട്ടി വഷളാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് വ്യക്തമാകുന്നത്. വെന്റിലേറ്ററിലാണ് മാർപ്പാപ്പ ഇപ്പോൾ ഉള്ളത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ചാർപ്പലിലടക്കം നടന്ന പ്രാർത്ഥനയിൽ അദ്ദേഹം പങ്കെടുത്തു എന്ന വാർത്തയും വന്നിരുന്നു. പിന്നാലെ തന്നെ അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായി ബാധിച്ചിരുന്നു എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. എന്തായാലും വത്തിക്കാൻ നിന്നും ശുഭകരമായ വാർത്തകളല്ല പുറത്തു വരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ മെഡിക്കൽ ബുള്ളറ്റിൻ ഓരോ മണിക്കൂറിലും പുറത്തുവിടുന്നുണ്ട് ഡോക്ടർമാർ. വലിയ പ്രാർത്ഥനയിൽ തന്നെയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന അവസാന സന്ദേശവും മാർപ്പാപ്പയിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ്.